ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ലീനിയർ ഫേസ് റിയലൈസേഷൻ്റെ ഒരു പ്രോബ്ലം കണ്ടിരുന്നു. ഈ ലെക്ചറിൽ മറ്റൊരു പ്രോബ്ലമാണ് കാണുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റിയലൈസ് ദ സിസ്റ്റം ഫംഗ്ഷൻ യൂസിങ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയർ. സോ ലീനിയർ ഫേസ് റിയലൈസേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയർ എന്നുള്ളൊരു വേർഡ് ഉണ്ടാവും. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ലീനിയർ ഫേസ് ആയിട്ട് റിയലൈസേഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയർ എന്നുള്ള കീവേഡാണ്. സോ ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ലീനിയർ ഫേസ് ആണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കും. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. സോ എങ്ങനെയാണ്? ഇവിടെ h of n എന്നുള്ള വാല്യൂസ് കാണണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ദിസ് ഇസ് h of 0, h of 1, h of 2, h of 3, h of 4 ആൻഡ് h of 5. സോ നമുക്ക് 0 to 5 വരെ ആയതുകൊണ്ട് നമ്മുടെ n എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ. കഴിഞ്ഞ ലെക്ചറിൽ നമുക്ക് n-ൻ്റെ വാല്യൂ 7 ആയിരുന്നു, ഒരു ഓഡ് നമ്പർ ആയിരുന്നു. സോ ഇവിടെ ഈവൻ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ റിയലൈസ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ h of 0 is equal to h of 6 minus 1 minus 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h of 5. അതേപോലെ തന്നെ h of 1 is equal to h of 4, h of 2 is equal to h of 3. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ h of 0യും h of 5ഉം സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് സെയിം ആണ് അല്ലേ, രണ്ടും 1 ആണ്. അതുപോലെ തന്നെ h of 1ഉം h of 4ഉം നമുക്ക് രണ്ടും 1/3 ആണ്. ആൻഡ് സിമിലർലി h of 2ഉം h of 3യും രണ്ടും 1/4 ആണ്. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫേസ് FIR ഫിൽട്ടർ ആണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്കിനി നമ്മൾ ഫർദർ ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിൽ h of 0യും h of 5ഉം കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ടേമിൽ h of 1ഉം h of 4ഉം കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് സിമിലർലി ഫോർ h of 2 ആൻഡ് h of 3. സോ ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലീനിയർ ഫേസ് റിയലൈസേഷൻ അതിലേക്ക് കൊണ്ടുവരാം. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഈ ഷിഫ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈവൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ x of z എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട്. സോ അതിൻ്റെ ഇൻപുട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നു. സോ ആദ്യം നമുക്ക് z⁻1 ഉണ്ട്, z⁻2. ഓക്കെ, ഇവിടെ നമുക്ക് മാക്സിമം വന്നിരിക്കുന്നത് z⁻5 വരെയാണ്. സോ z⁻1, -2, -3 എന്ന് പറയുന്നത് നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക. സോ n is equal to ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ പാർട്ടായിട്ട് വരുന്ന ദാറ്റ് ഈസ് 0, 1, 2, 3 ഇവിടുത്തെ കേസിൽ 3 ആണ് നമുക്ക് വരിക. z⁻1 എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് എപ്പോഴും നമ്മൾ മിഡിലാണ് വരയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ പാരലലായിട്ടാണ് വരയ്ക്കുക. ഫസ്റ്റ് z⁻1 അതും ലാസ്റ്റ് z⁻1 ഇവിടെ വരച്ചു. ദെൻ സെക്കൻഡ് z⁻1ഉം സെക്കൻഡ് ലാസ്റ്റ് z⁻1ഉം ഇവിടെ പാരലലാക്കി വരച്ചു. ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് സിംഗിളായിട്ട് വരയ്ക്കുകയാണ്. n is equal to ഈവൻ ആവുന്ന സമയത്താണ് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യുക. n ഓടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല, എല്ലാം നമ്മൾ പാരലലായിട്ടാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ റിയലൈസ് ചെയ്യാം? ഇവിടെ h of 0യും h of 5നും സെയിം ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് h of 0 എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നതിന് മുമ്പാണ്. അതുപോലെ വേർ ഇസ് z⁻5, ദിസ് ഇസ് -1, ദിസ് ഇസ് -2, -3, -4 ആൻഡ് ഇതിൻ്റെ ഔട്ടായിരിക്കും z⁻5. സോ ആ ഔട്ട് നമ്മൾ എടുക്കുന്നു, രണ്ടും കൂടെ ഇവിടെ ആഡിങ് ആണ് വരുന്നത്. സോ രണ്ടും കൂടെ ആഡറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഔട്ട് എടുക്കുകയാണ്. ആൻഡ് ഔട്ട് എടുക്കുമ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 1 എന്നുള്ളത് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് z⁻1ഉം z⁻4 ആണ്. സോ ഒരു ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് z⁻1 ഉണ്ടാവും. ദെൻ -2, -3, -4 ഈ പോയിന്റിലാണ് വരിക. സോ z⁻4. ഇത് രണ്ടും കൂടെ ഒരു ആഡറിനകത്തേക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഔട്ട് എടുക്കുന്നു. ആൻഡ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. സോ വി ആർ ഗിവിങ് 1/3 ഹിയർ. സോ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിങ്ങനെയാണ് കൊടുക്കുക. ഇനി ലാസ്റ്റ് വരുന്നത് എന്താണ്? z⁻2 ആൻഡ് z⁻3. സോ z⁻2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടും, -3 എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടും. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട്
നമ്മൾ കൊടുക്കുന്നു ആൻഡ് കോഎഫിഷ്യൻറ്റ് 1/4 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി എന്താണ്, നമുക്കെല്ലാം സമ്മേഷനാണ് വരുന്നത്. സോ ഇതിൻ്റെ ഔട്ട് എല്ലാം എടുത്തിട്ട് ഓരോ ആഡറിനകത്തേക്ക് കൊടുക്കുന്നു ആൻഡ് ഫൈനൽ വി ആർ ഗെറ്റിംഗ് ദ ഔട്ട് ഹിയർ, ദറ്റ് ഈസ് y of z. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ലീനിയർ ഫേസ് റിയലൈസേഷൻ ചെയ്യുന്നത് ഫോർ n is 6. ഓക്കെ, സോ എന്നിൻ്റെ വാല്യൂ ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.